ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. അഞ്ചൽ ഫോറസ്റ്റ് പരിധിയിലാണ് കാട്ടുപോത്തിറങ്ങിയത്. ഡ്രോൺ ഉപയോഗിച്ച് കാട്ടുപോത്തിനെ കണ്ടെത്തി വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. അഞ്ചൽ, അലയമൺ, ഇട്ടിവ, ഏരൂർ പഞ്ചായത്ത് മേഖലകളിലാണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യം നിലവിലുള്ളത്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയ കാട്ടുപോത്തിനെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തി തിരികെ വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമം വനപാലകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ദമ്പതികൾ യാത്ര ചെയ്ത ബൈക്കിന് കുറുകെ ചാടിയ കാട്ടുപോത്തിന്റെ അക്രമത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു. ഇതോടെ നാട്ടുകാർ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് വനപാലകർ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചത്. അഞ്ചൽ റേഞ്ച് ഓഫീസ് പരിധിയിലെ വിവിധ സെക്ഷൻ ഓഫീസിലെ വനപാലകരുടെയും അഞ്ചൽ റേഞ്ച് ഓഫീസർ ദിവ്യയുടെയും നേതൃത്വത്തിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തുകളെ വനത്തിലേക്ക് പായിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. കോട്ടയ്ക്കൽ ഗവൺമെന്റ് അഗ്രികൾച്ചറൽ ഫാമിലിറങ്ങിയ കാട്ടുപോത്ത് കൂട്ടത്തെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടുപോത്ത് കൂട്ടത്തെ വനമേഖലയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ 100 പേരടങ്ങുന്ന ദൗത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.